ഹരി ഓം. വിശ്വോപപ്ലവശമനൈകബദ്ധദീക്ഷം വിശ്വാസസ്തപകിതചേതസാം ജനാനാം പശ്യാമഃ പ്രതിനവകാന്തികന്ദളാർദ്രം പശ്യാമഃ പഥി പഥി ശൈശവം മുരാരേः. വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന മനസ്സോടുകൂടിയ ഭക്തജനങ്ങളുടെ എല്ലാ ആപത്തുകളും ഇല്ലാതാക്കുന്നതിന് വ്രതമെടുത്തിട്ടുള്ളതും പുതിയ പുതിയ കാന്തിത്തുടുപ്പുകളാൽ കുളിർത്തതുമായ ഉണ്ണിക്കണ്ണൻ്റെ കുഞ്ഞോമനത്വം നിറഞ്ഞ ശൈശവം താൻ എവിടെയൊക്കെ നോക്കിയോ അവിടെയെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. താൻ എവിടെ നോക്കിയാലും ആ ഭഗവാന്റെ ഓമനത്വം തുളുമ്പുന്ന ശൈശവഭംഗി നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുകയാണ് കവി. ഒരുപാട് കളിച്ചിരികളും കുഞ്ഞു വർത്തമാനങ്ങളും അതിലുമേറെ അത്ഭുതം നിറച്ച ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് അമ്പാടിയെയും വൃന്ദാവനത്തെയും കോൾമയിർ കൊള്ളിച്ച ഓരോ ഗോപീജനത്തിനും പറഞ്ഞു തീരാത്ത അത്രയും കുറുമ്പും കുസൃതിയും വീരത്വവും നിറയെ അണിയിച്ചൊരുക്കിയ കണ്ണൻ്റെ ശൈശവവും ബാല്യവും. ആരിലാണത് വാത്സല്യവും സ്നേഹവും അത്ഭുതവും ആദരവും പ്രണയവും നിറയ്ക്കാത്തത്? ഒരേ ഒരു കണ്ണൻ എല്ലാവരിലും നിറയാൻ, വിടർന്നു പരിലസിക്കാൻ, ആശ്വാസമാകാൻ, തുണയാകാൻ, ചേതനയാകാൻ, വഴിയും വെളിച്ചവും ശ്വാസവുമാകാൻ ഒരേ ഒരു കണ്ണൻ. ഹരേ നാരായണ. മൗലിശ്ചന്ദ്രകഭൂഷണാമരതകസ്തംഭാഭിരാമം വപൂർവക്ത്രം ചിത്രവിമുഗ്ധഹാസമധുരം ബാലേ വിലോലേ ദൃശൗ വാജശൈശവശീതളാമദഗജശ്ലാഘ്യാവിലാസസ്ഥിതിർമന്ദം മന്ദമയേക ഏഷ മധുരാ വീഥീമിതോ ഗാഹതേ. മധുരയിലേക്ക് കടന്നു വരുന്ന ബാലനായ ശ്രീകൃഷ്ണ ഭഗവാനെ കവി വർണ്ണിക്കുകയാണ്. മുടിയിൽ മയിൽപ്പീലി അണിഞ്ഞിട്ടുണ്ട്. ശരീരം മരതക സ്തംഭം പോലെ മനോഹരമായിരിക്കുന്നു. മന്ദഹാസത്താൽ മധുരപൂർണമാണ് വദനം. ഉണ്ണിയുടെ കണ്ണിണകൾ ചെറിയതും ഇളകിക്കൊണ്ടിരിക്കുന്നതുമാണ്. വാക്കുകൾ ഒരു ചെറിയ കുഞ്ഞിൻ്റേതുപോലെ തെളിമയും ശീതളവുമായതാണ്. കണ്ണനുണ്ണി നടന്നു വരുമ്പോൾ ഒരു മദിച്ച ആനക്കുട്ടി നടന്നു വരും പോലെ അഴകേറിയതാണ്. മെല്ലെ മെല്ലെ മധുരാപുരിയിലെ വീഥിയിലേക്ക് കടന്നു വരുന്ന ഈ കുട്ടി ആരായിരിക്കും? മധുരാവാസികൾ സന്ദേഹിക്കുന്നുണ്ടാവും. മരതകക്കല്ല് പോലെ മനോഹരമായ ഉടലും ചെന്താമര വിടർന്ന മുഖവും മന്ദഹാസവും വിലോലമായ നയനങ്ങളും മുടിയഴകും ചെറിയ ആനക്കുട്ടൻ്റെ പോലെയുള്ള നടത്തവും കുട്ടിത്തവും ചേലും കുറുമ്പും മനം തണുപ്പിക്കുന്ന മൃദുലമായ ഭാഷണവും പീലിക്കണ്ണിൻ്റെ ഉലയലും പീതാംബര ഭംഗിയും കാൽത്തളനാദവും. ഭഗവാനെ, ആരെയാണ് വീണ്ടും വീണ്ടും കാണാൻ മോഹിപ്പിക്കാത്തത്? മധുസൂദന, മധുരാപുരിയുടെ നാഥ, അങ്ങേക്ക് എൻ്റെ വന്ദനം. പാദൗ പാദവിനിർജിതാംബുജവനൗ പദ്മാലയാലങ്കൃതൗ പാണീ വേണുവിനോദനപ്രണയിനൗ പര്യാപ്തശില്പശ്രിയൗ ബാഹൂദോഹദഭാജനം മൃഗദൃശാം മാധുര്യധാരാഗിരോ വക്ത്രം വാഗ്വിഭവാദിലംഘിതമഹോ ബാലം കിമേതന്മഹഃ. കണ്ണൻ്റെ തൃച്ചേവടികൾ രണ്ടും താമരപ്പൂക്കളെപ്പോലെ മനോഹരമാണ്. താമരപ്പൂവിൽ വസിക്കുന്ന ലക്ഷ്മി ഭഗവതി ഈ ഭംഗി കാരണം ഭഗവാന്റെ പാദങ്ങളിൽ വാസമുറപ്പിച്ചിരിക്കുന്നു എന്ന് കവി പറയുന്നു. പിന്നെയോ കൈപ്പത്തികൾ രണ്ടും വേണുവായനയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആ വിരലുകളിൽ ആഭരണങ്ങളും കണ്ണൻ അണിഞ്ഞിട്ടുണ്ട്. ആ ഉണ്ണിയുടെ കൈത്തണ്ടകൾ കണ്ട് തങ്ങളെ ആലിംഗനം ചെയ്യണേ എന്ന് ഗോപികമാർ ആഗ്രഹിക്കുകയാണ്. ഉണ്ണിയുടെ വാക്കുകളോ
മാധുര്യം നിറഞ്ഞതാണ്. അത് മാധുര്യം ധാരയായി ഒഴുകും പോലെയാണ്. ഉണ്ണിയുടെ വദനാരവിന്ദത്തിൻ്റെ അഴകോ അത് വാക്കുകളാൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ ആവാത്തയത്ര മനോഹരമാണ്. ഏതാണ് ഈ ഓമനത്തമുള്ള തേജസ്സെന്ന് കവി ചോദിക്കുന്നു. ഉണ്ണി, പത്മനയന, വദനാരവിന്ദ, അവിടുത്തെ അരവിന്ദ പാദപത്മങ്ങൾ സദാ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ. എൻ്റെ ശിരസ് എപ്പോഴും ആ പാദപങ്കജങ്ങളിൽ വിശ്രമിക്കട്ടെ. ആ പാദപത്മപരാഗരേണുവിൽ നിറഞ്ഞ എൻ്റെ ശിരസിലെ കോടിജന്മ പാപവും അങ്ങ് ഇല്ലാതെയാക്കി അവിടുത്തെ അടിമലരിണകളിൽ വസിക്കാൻ ഇട നൽകണേ പ്രഭു. ബർഹം നാമ വിഭൂഷണം ബഹുമതം വേഷായ ശേഷൈരലം വക്ത്രം ചിത്രവിശേഷകാന്തിലഹരീ വിന്യാസധന്യാധരം ശില്പൈരൽപധിയാമഗമ്യ വിഭവൈ ശൃംഗാരഭംഗീമയം ചിത്രം ചിത്രമഹോ വിചിത്രമഹോ ചിത്രം വിചിത്രം മഹഃ. കണ്ണന് ഭംഗി കൂട്ടുവാൻ പ്രത്യേകിച്ച് ആഭരണമൊന്നും തന്നെ വേണ്ടെന്ന് പറയുകയാണ് കവി. മയിൽപ്പീലി എന്ന ആഭരണം മാത്രം മതിയാകും ഉണ്ണിക്ക് ഭംഗി കൂട്ടുവാൻ. വേറെ ഒന്നും വേണ്ടല്ലോ. മുഖത്തിനോ അഴകേറാൻ ആ ചെഞ്ചൊടി മാത്രം മതിയാകും. അല്പബുദ്ധികൾക്ക് ആലോചിക്കാൻ പോലും ആവാത്ത ആഭരണാദികൾ കൊണ്ട് വരുത്തുന്ന ശൃംഗാര ഭംഗി കേവലം ചൈതന്യമില്ലാത്ത ചിത്രം മാത്രമാണ്. എന്നാൽ ഒരുവിധ അലങ്കാരവുമില്ലാത്ത ഭഗവാന്റെ രൂപമാകട്ടെ ഒരു തേജസ് തന്നെയാണ്. ഭഗവാനെ, ഈ ലോകം ചമച്ചൊരുക്കുന്ന എൻ്റെ ഉണ്ണിക്ക് എന്തിനാണ് ഒരു ചമയം? ഏറ്റവും അഴകായത് കണ്ണനാണ്. ഏറ്റവും മോഹനമായതും കണ്ണനാണ്. ഏറ്റവും മാധുര്യം നിറഞ്ഞതും കണ്ണനാണ്. ഏറ്റവും കാരുണ്യം നിറഞ്ഞതും ഈ ഉണ്ണിയാണ്. ഏറ്റവും വാത്സല്യമേകുന്നതും ഈ കൈശോരനാണ്. ഏറ്റവും വലിയ സ്ഥിതിപാലകനും സൃഷ്ടികർത്താവും സംഹാരകനും ഈ ഭഗവാനാണ്. ലോകം നിറഞ്ഞവയൊക്കെയും ഈ നാഥനാണ്. ലോകമായി മാറിയതും ഈ മഹാപ്രഭുവാണ്. ഹൃദയം നിറഞ്ഞതും ഹൃദയം നിറച്ചതും ഈ കണ്ണനാണ്. പ്രാണനിൽ നിറഞ്ഞതും പ്രാണനായി നിൽപ്പതും ഈ ഭഗവാൻ നാരായണനാണ്. ഹരേ നാരായണ, ഹരേ ഗുരുവായൂരപ്പ, ഹരേ നമ, ഹരേ നമ, ഹരേ നമ. അഗ്രേ സമഗ്രയതി കാമപി കേളിലക്ഷ്മീ മന്യാസു ദിക്ഷ്വപി വിലോചനമേവ സാക്ഷി. ഹാ ഹന്തഹസ്തപഥദൂരമഹോ കിമേ ദദാസീത് കിശോരമയമംബ ജഗത്രയം മേ. കണ്ണുകൾക്ക് മുന്നിലായി കണ്ണൻ പലതരം കളികളിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് കവി പറയുകയാണ്. അത് വർണ്ണിക്കാനാവുന്നില്ല കവിക്ക്. പിന്നെയോ മറ്റേത് ദിക്കിലേക്ക് നോക്കിയാലും ഭഗവാന്റെ ഈ കളികൾ തനിക്ക് കാണാനാവുന്നു എന്നും പറയുന്നു. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുന്നുവെന്ന് തന്നെയാണ് കവി പറയുന്നത്. അതുകൊണ്ട് അത് തോന്നലല്ല. കൈനീട്ടിയാൽ ഒന്ന് തൊടാവുന്ന ദൂരം മാത്രമേ ഉണ്ണിയോടുള്ളൂ. എന്തൊരാശ്ചര്യമായിരിക്കുന്നു ഇത്! മൂന്ന് ലോകവും കിശോരമയമായിരിക്കുന്നു. ആശ്ചര്യം അടക്കി പിടിക്കാൻ കവിക്ക് ആവുന്നില്ല. ഭഗവാനെ, ഇങ്ങനെ കണ്ണിന് മുന്നിൽ എൻ്റെ ഉണ്ണിയെ എന്നാണ് എനിക്കും ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ടാവുക? അതിനുള്ള ഭാഗ്യം ലഭിക്കത്തക്ക വിധം യാതൊന്നും ഞാൻ ആചരിക്കുന്നില്ലല്ലോ ഭഗവാനെ. അങ്ങയോട് എനിക്ക് മതിയായ ഭക്തിയോ ഒന്നുമില്ല. വേണ്ട വിധമൊന്നും ജപധ്യാനാദികളാൽ അങ്ങയെ പ്രീതിപ്പെടുത്താൻ എനിക്കാവുന്നുമില്ല. മനസ്സ് നിറയെ അവിടുത്തേക്ക് നിവേദ്യങ്ങളും അർപ്പിക്കാനാവുന്നില്ല. വിലയേറിയതൊന്നും എനിക്ക് നൽകാനാവുന്നില്ല. അതിനുള്ള കഴിവുമില്ല. അതുമല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന അത്രയുമോ അതിലധികമോ ഏകാനും
എൻ്റെ കർമ്മപാശങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല ഭഗവാനേ. പിന്നെ അങ്ങയെ കാണുവാൻ ആശിക്കാൻ എനിക്ക് എന്ത് അധികാരമാണ് ഉള്ളത്? എങ്കിലും അവിടുത്തെ ആ വലിയ കാരുണ്യത്തിനെ ഞാൻ ആഗ്രഹിക്കുന്നു. അതവിടുന്ന് എന്നിൽ ചൊരിയുമെന്നും അവിടുന്ന് എന്നെ മുക്തയാക്കുമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. മഹാപ്രഭു നാരായണ, സദാ അവിടുന്ന് എന്നോട് കൃപയും കരുണയുമുള്ള ആളായിരിക്കണേ ഭഗവാനെ.